നമസ്കാരം. എല്ലാവരും പറയും ജോലി കൊണ്ട് മാത്രം നമുക്ക് കൃത്യമായ ശമ്പളം കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്നില്ല. കാരണം വരവ് ചെലവ് നോക്കുമ്പോൾ പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും? ബിസിനസ് ചെയ്യാമെന്ന് പറയും. എല്ലാവരും ബിസിനസ്സുകാരാണ് ഉയർന്നേക്കണം മുതൽ. എന്നാൽ ഞാനൊരു ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഒരു ജാതകത്തിൽ ഉദയം മുതൽ നോക്കുന്നതാണ് ലഗ്നം. ലഗ്നത്തിൻ്റെ 2-ാം ഭാവം, 7-ാം ഭാവം, 10-ാം ഭാവമൊക്കെ നോക്കിയിട്ട് വേണം ബിസിനസ്സിനെ പറ്റി പറയാൻ. ഇപ്പോൾ 2-ാം ഭാവത്ത് ഒരാളുടെ ജാതകത്തിൽ 2-ാം ഭാവത്ത് ആദ്യത്തിന് നിൽക്കുന്നതായിരിക്കാം. അവർ പോയി ഒരു ബിസിനസ് ചെയ്താൽ, ഒരു തുണിക്കച്ചവടം ചെയ്താൽ വിജയിക്കുമോ? ഇല്ല. അപ്പോൾ അവർക്ക് അതിനോട് ചേർന്ന ഇരുമ്പിൻ്റെ കാരകനാണ് ആദിത്യൻ. അപ്പോൾ അതിനോട് ചേർന്ന ബിസിനസ് ചെയ്യാം. 2-ാം ഭാഗത്ത് ബുധനാണ് നിൽക്കണമെങ്കിലോ അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് ചെയ്യാം. ബുധൻ നല്ലതാണ് എപ്പോഴും. ബുധൻ നിൽക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ബുധൻ തനിച്ച് നിൽക്കണം. ബുധന് ആരുടെ കൂടെ കൂടിയാലും അവരുടെ സ്വഭാവം വരും. ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ജാതകത്തിൽ നമ്മുടെ 2-ാം ഭാവം നോക്കണം, 7-ാം ഭാവം നല്ലതാണ് നോക്കണം, 10-ാം ഭാവം നോക്കണം. ഇനി കൂട്ടു ബിസിനസ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ 3-ാം ഭാവം കൂടി ചിന്തിക്കണം. അതുപോലെ നമ്മുടെ ജാതകത്തിലുള്ള വേദനക്ഷത്രങ്ങൾ വരാൻ പാടില്ല. അശ്വതിക്ക് തൃക്കേട്ട, ഭരണിക്ക് അനിഴം, കാർത്തികയ്ക്ക് വിശാഖം, രോഹിണിക്ക് ചോതി, അങ്ങനെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. മകീരത്തിന് ചിത്തിരാവിട്ടം, തിരുവാതിരയ്ക്ക് തിരുവോണം. പുണർന്ന നക്ഷത്രക്കാരെ കൂട്ടു ബിസിനസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഉത്രാട നക്ഷത്രക്കാരെ ചേരരുത്. പൂയ നക്ഷത്രക്കാരെ എപ്പോഴും ഒരിക്കലും പൂരാട നക്ഷത്രക്കാരെ ചേരരുത്. ആയില്യ നക്ഷത്രക്കാർ മൂല നക്ഷത്രം ചേരരുത്. മകൻ നക്ഷത്രക്കാർ രേവതി നക്ഷത്രം ചേരരുത്. പൂര നക്ഷത്രക്കാർ ഉത്രട്ടായ നക്ഷത്രം ചേരരുത്. ഉത്ര നക്ഷത്രക്കാർ പൂരുട്ടായ നക്ഷത്രം ചേരരുത്. അത്ത നക്ഷത്രക്കാരൻ ഒരിക്കലും ചതയ നക്ഷത്രക്കാർ ചേരരുത്. ചിത്തിര നക്ഷത്രക്കാർ അവിട്ടം മകീരം നക്ഷത്രം ചേരരുത്. ചോതി നക്ഷത്രക്കാർ രോഹിണിയായിട്ട് ചേരരുത്. വിശാഖ നക്ഷത്രം കാർത്തികയായിട്ട് ചേരരുത്. അനിഴ നക്ഷത്രക്കാർ ഭരണിയായിട്ട് ചേരരുത്. തൃക്കേട്ട നക്ഷത്രക്കാരെ ഒരിക്കലും അശ്വതിയായിട്ട് ചേരരുത്. മൂല നക്ഷത്രക്കാർ ഒരിക്കലും ആയില്യമായിട്ട് ചേരരുത്. പൂരാട നക്ഷത്രക്കാർ ഒരിക്കലും പൂയമായിട്ട് ചേരരുത്. ഉത്രാട നക്ഷത്രക്കാർ ഒരിക്കലും പുണർന്ന നക്ഷത്രമായിട്ട് ചേരരുത്. തിരുവോണ നക്ഷത്രം തിരുവാതിരയായിട്ട് ചേരരുത്. അവിട്ട നക്ഷത്രം ഒരിക്കലും മകീരവും ചിത്തിരയായിട്ട് ചേരരുത്. ചതയ നക്ഷത്രക്കാർ ഒരിക്കലും അത്തമായി ചേരരുത്. പുരുട്ടാ നക്ഷത്രം ഒരിക്കലും ഉത്തര നക്ഷത്രമായിട്ട് ചേരരുത്. ഉത്രട്ട നക്ഷത്രം ഒരിക്കലും പൂര നക്ഷത്രം ചേരരുത്. രേവതി നക്ഷത്രം ഒരു മകമായി ചേരരുത്. ഇങ്ങനെ ചേർന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ അടിച്ചു പിഴിയും ഭയങ്കര വഴക്കായി പ്രശ്നങ്ങളായിട്ട് മാറും. ഇതെപ്പോഴും വേറെ നക്ഷത്രങ്ങൾ നമ്മുടെ നക്ഷത്രങ്ങളുടെ ചേരുന്ന നക്ഷത്രങ്ങൾ മാത്രമേ ചേരാവൂ. പിന്നെ 3-ാം ഭാവം നോക്കിയിട്ട് വേണം ബിസിനസ് ചെയ്യാനായിട്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക.